അഭിനയത്തിലെ എനർജറ്റിക് ലെവൽ അപാരം തന്നെ. കിംബോയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പറന്നടിക്കും ടർബോ, തൂക്കി എറിയും ടർബോ, ചുഴറ്റി അടിക്കും ടർബോ, ഹാമർ ചുഴറ്റി ഇടിക്കും ടർബോ. അതാണ് ടർബോ. മമ്മൂക്കയുടെ പെർഫോമൻസ്. സിക്സർ അടിക്കും മമ്മൂക്ക. സിക്സർ അടിച്ച് കഴിഞ്ഞ് സിക്സർ. ഓക്കെ, വെരി വെരി സിക്സർ, വെരി വെരി രോമാഞ്ചിഫിക്കേഷൻ. പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാലും വളരെ എനിക്ക് ഇഷ്ടമായി. വളരെ എന്ന് വെച്ചാൽ ഒന്നും പറയാത്ത രീതിയിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പോയി വളരെ ഇഷ്ടമായി. ആ ഹാമർ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഹാമർ ഇങ്ങനെ ഇരിക്കാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടി. അതാണ് വിശ്വസിക്കുന്ന എല്ലാവരും. പിന്നെന്താ പിന്നെ ഇതിൽ ഭാഗമാകാൻ പറ്റിയത് സന്തോഷം. അത്രയും വേറൊന്നുമില്ല. പടം അടിപൊളിയായിരുന്നു. അത് ഞാനിപ്പോ പറഞ്ഞു പറഞ്ഞ് പഠിച്ചു. അടിപൊളിയായിരുന്നു. പിന്നെ എക്സ്പീരിയൻസ് വർക്കിംഗ് ഇൻ ദ മൂവി. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കഴിയുന്നത് ബെസ്റ്റ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇതെങ്ങനെ വരും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. നല്ല രീതിയിൽ വരണം. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനൊക്കെ ഒരുപാട് മേളിലാണ് വന്നിട്ടുള്ളത്. സോ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. നമുക്കായിട്ടുള്ള എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഓരോ പെർഫോമൻസ് നമ്മൾ ആക്ട് ചെയ്യുമ്പോൾ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ഭയങ്കര ഒബ്സർവ് ചെയ്യും കാര്യങ്ങൾ, എന്നിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ അതൊക്കെ ഭയങ്കര നല്ല ഇതായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. നെക്സ്റ്റ് സിനിമയുടെ അടുത്ത അപ്രോച്ച് ഈ പറയുന്ന ആക്ഷൻ എന്റർടൈനർ എന്ന് പറയുന്ന സമയത്ത് അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ആ പടം വർക്ക് ചെയ്യാൻ പറ്റിയാലും ഇപ്പൊ പടം കണ്ടിറങ്ങുന്ന സമയത്ത് ഒരു ഫാൻ ബോയ്, കട്ട മമ്മൂട്ടി ആരാധകൻ എന്നുള്ള രീതിയിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ ഫാൻസും ഹാപ്പിയാന്ന് തോന്നുന്നു. നമുക്ക് അതേപോലെ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഈ പടത്തിൽ. അതേപോലെ രസകരമായിട്ട് ആക്ഷൻ സീക്വൻസ് വന്നിട്ടുണ്ട്. ഫിനിക്സ് സാറ് ഷൂട്ട് തുടങ്ങുന്ന അന്ന് തൊട്ട് ഷൂട്ട് തീരുന്നവരുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആക്ഷൻ കരിയർ. അതേപോലെ ശർമ്മയുടെ ക്യാമറ വർക്കുകൾ, ഷാജിന്റെ ആർട്ട്, പിന്നെ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് വൈശാഖേട്ടൻ, പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റും, ഈവൻ ഞാൻ ഓരോരുത്തർ എല്ലാവരും കട്ടയ്ക്ക് പണിയെടുത്തിട്ടാണ് ഇത് അതായത് ടർബോ സ്പീഡ്. ഈ പടത്തിന്റെ നമ്മൾ ഏത് പടത്തിൽ കയറിയാലും 5 ദിവസമാണ് പടത്തിന്റെ മീറ്റർ അറിയാൻ പറ്റും. അത് നമ്മൾ ഫസ്റ്റ് ഡേ കോയമ്പത്തൂർ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് ഡേ 24 hours ഷൂട്ട് ചെയ്തു. അന്ന് മനസ്സിലായി ടർബോന്റെ സ്പീഡും പവർ എന്താണ്. അത് പടത്തിൽ കാണാനുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈവൻ ആക്ഷൻ മറ്റേ ചേസ് സീക്വൻസ് ആയിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അത് ഭയങ്കര രസമായിരുന്നു. എല്ലാവരും റിവ്യൂല് കണ്ടു. ഞാനും ഭയങ്കര ഗൂസ് ബംസിൽ നിന്ന് സീക്വൻസ് ആയിരുന്നു. വൈശാഖ് സംവിധാനം ചെയ്ത മമ്മൂക്ക ടർബോ സിനിമ സൂപ്പർ സിനിമയാണ്. ഒന്നും പറയുന്നില്ല, എല്ലാവരും കാണേണ്ട സിനിമയാണ്. അതുപോലെ തന്നെ 100 കോടി ലൈനായിട്ട് മുകളിൽ പോകും ഈ സിനിമ. അതുപോലെ ലൊക്കേഷൻ ഏരിയ അത് ഫാമിലി ആയിട്ടുള്ളതും നല്ല സിനിമയാണ്. അതുപോലെ തന്നെ രാജ്ജീവ് ഷെട്ടിന്റെ ഭയങ്കരപ്പെട്ട അഭിനയം നല്ല അഭിനയമാണ്. രാജീവ് ഷെട്ടി വന്നാലും മമ്മൂക്ക വന്നാലും ഒന്നും പറയാനില്ല. സിനിമ സൂപ്പർ സിനിമയാണ്. ടർബോ ജ്യൂസോട്ട് കളിച്ചാല് ജ്യൂസ് അടിച്ച് മാറ്റും ടർബോ സിനിമ. അതുപോലെ തന്നെ എല്ലാവരും ബിന്ദു പണിക്കറിന്റെ ഇംഗ്ലീഷും നല്ല ഇംഗ്ലീഷാണ്. നല്ല സിനിമയാണ്. അവര് നല്ല അഭിനയിച്ചു. അമ്മയായിട്ട് വേഷം ഇട്ടത് അതിലത്തെ നടിയും നല്ല അഭിനയിച്ചെന്ന് പറയാം. എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചാണ് സിനിമ. എല്ലാവരും കണ്ടിരിക്കേണ്ട പടമാണ് ടർബോ സിനിമ. പടം സൂപ്പറാണ്. പടം സൂപ്പർ. ഞാൻ ചെയ്തപ്പോ പവർ പോയി എന്നാലും പറയാം.